പേടിച്ച് പതുങ്ങിയിരിക്കാണെന്നാ തോന്നുന്നത്. രുദ്ര, നിന്നെ കണ്ട് പേടിച്ച് സോർ പോലെ വായടിച്ച് നിക്കാന്നാ തോന്നുന്നേ. എന്നെക്കാളേറെ ആരാ ഇങ്ങനെ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കുന്നത്? ഓഹോ, രുദ്രയും അവന്റെ കൂട്ടുകാരും നിലവിളിച്ച് എന്നെ ചാലഞ്ച് ചെയ്യാണല്ലേ? ഇപ്പൊ തന്നെ അവരുടെ ചാലഞ്ചിന് ഒരു തിരിച്ചടി കൊടുത്തേക്കാം. നീ എവിടെയാ പതുങ്ങിയിരിക്കുന്നത്? പറഞ്ഞുകൊണ്ടിരിക്കേ. നല്ല ഉച്ചത്തിൽ ശബ്ദമുയർത്തി പറയേ. നിന്റെ വോയിസ് ഇപ്പോ എന്റെ ഒപ്പമുണ്ട്. അത്രേ ഉള്ളൂ. ഇനി ഒരു അല്പസമയത്തിന്റെ കാര്യമേ ഉള്ളൂ. വാ വന്നുകൊണ്ടിരിക്കേ. എന്റെ ഉള്ളിൽ സ്റ്റോറായി കിടക്ക്. ഷെടാ, ഇതെന്താ പറ്റിയത്? എന്റെ മാജിക്കിൽ നിന്ന് ആരുടെ വോയിസിനും എസ്കേപ്പ് ആവാൻ പറ്റില്ല. എങ്ങോട്ടാ ഓടുന്നത്? നിക്ക്. ഇതെല്ലാം ആ രുദ്രയുടെ കളിയായിരിക്കും. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ സാധനം? ഡ്രാഗൺ ഫ്ലൈയിൽ യാത്ര ചെയ്യുന്നു. സ്മാർട്ട്, വെരി സ്മാർട്ട് രുദ്ര. പക്ഷെ സോർ മോറെ സ്മാർട്ടസ്റ്റ് ആണ്. ഈ സോർ പോലെ എവിടെയാണെന്ന് ഒരു എത്തും പിടിയില്ലല്ലോ. അവൻ എവിടെയാ പതുങ്ങിയിരിക്കുന്നേ? രുദ്ര, സോർ പോലെ എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് മുത്തശ്ശന്റെ വോയിസ് ആണല്ലോ. എനിക്ക് തോന്നുന്നത് സോർ പോലെ മുത്തശ്ശനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാ. Ibaiska, Dragonfly Disappearo. Ibaiska, Normal Size Creato. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആ സോർ പോലെ എവിടെയാ പതുങ്ങിയിരിക്കുന്നേ? ഈ സ്ഥലം വളരെ വ്യത്യസ്തമാണ്. ഇത് കാണുമ്പോ എനിക്ക് പേടിയാവാണ്. ഫ്രണ്ട്സ്, ഫോക്കസ്. നമ്മളിപ്പോ മുത്തശ്ശനെ തേടി കണ്ടെത്തണം. ഈ കേവിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഓടിക്കോ. ഒരുപാട് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. സൂക്ഷിച്ച് നടക്കണം. നിങ്ങളുടെ വായ് പതുക്കെ തുറന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ ഈ കേവിന്റെ റൂഫ് ഒരുപാട് ദേഷ്യപ്പെടും. പിന്നീട് കേവ് പൊളിഞ്ഞു പോകും. ചേടാ, ഇത് പോലാത്ത പ്രശ്നമായല്ലോ. ഈ സംഗതികളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ എന്തിനാ നിലവിളിക്കുന്നത്? പതുക്കെ അല്ലേ സംസാരിക്കേണ്ടത്. ഞാൻ പറയുന്ന വാക്കുകൾ അത് തമാശയാണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. നിങ്ങളാരും ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അപ്പോഴൊന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും പറ്റുന്നത്? മൈര, വരുൺ, രംഗീല, എല്ലാരും ദേ അങ്ങോട്ട് ഓടിക്കോ. സോർ പോലെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു പ്രാവശ്യം എന്റെ മുന്നിൽ വന്ന് നിൽക്ക്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. അങ്ങനെ ബുദ്ധിപൂർവം സംസാരിക്കേ. ഇങ്ങോട്ട് വാ. മുന്നോട്ട് വന്നുകൊണ്ടിരിക്കേ. ഞാൻ ഓൾറെഡി നിന്നെ കാണാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. ഓക്കെ.
Zivaiska, Twister, Catcher, Creator. ഈ കൊച്ചു ചെക്കൻ അടങ്ങില്ലെന്നാണ് തോന്നുന്നത്. എന്നെ കെട്ടിയിട്ടത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ശബ്ദമെന്ന് പറയുന്നത് എന്റെ തൊണ്ടയിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഓടിക്കോ, ഓടിക്കോ, എങ്ങോട്ട് വേണമെങ്കിലും ഓടിക്കോ. ഇനി നിങ്ങൾ എല്ലാവരും ഈ കേവിൽ നിരന്തരമായി കുടുങ്ങിപ്പോകും. കണ്ടുകൊള്ളൂ. Zorbole, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Zivaiska Protection Tunnel Creator. ഇല്ല, നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ പറ്റില്ല രുദ്ര. Zorbole, സൺസിറ്റിയിലത്തെ ജനങ്ങളുടെ വോയിസ് തിരിച്ചു കൊടുത്തേക്കാം. നിങ്ങൾ എന്താ ഇത്രയ്ക്ക് പതുക്കെ പതുക്കെ സംസാരിക്കുന്നത്? നല്ലവണ്ണം ഉച്ചത്തിൽ പറയേ, നിലവിളിച്ച് പറയേ. രുദ്ര പറയേ. ഇനി എത്ര നേരത്തേക്ക് നീ മിണ്ടാതിരിക്കും? വേദന കൊണ്ട് എല്ല് പൊടിഞ്ഞു പോകും. അപ്പൊ നീ ആളേറി നിലവിളിക്കുന്നത് ഞാൻ കാണും. ആരാണോ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് അവന് മാത്രമേ ഇവനെ തോൽപ്പിക്കാൻ കഴിയൂ. അത് മാത്രമേ ഒരു വഴിയുള്ളൂ. അവന്റെ അറ്റാക്ക് വെച്ച് തന്നെ അവനെ അറ്റാക്ക് ചെയ്യണം. അതാണ് മന്ത്രം. നിന്നെ ഞാൻ വിടില്ല. Zivaiska Bouncing Ball Creator. എന്താ Zorbole, ഇപ്പൊ എന്ത് പറ്റി? രുദ്ര. Zivaiska Bouncing Ball Close. എന്താ ഇത്? അവൻ ഇത് എങ്ങനെയാ എന്നെ അറസ്റ്റ് ചെയ്തത്? രുദ്ര. രുദ്ര, 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 ഞാൻ തെറ്റ് ചെയ്തു പോയി. ക്ഷമിക്ക്. ഇതിൽ നിന്നും എന്നെ പുറത്തേക്ക് ഇറക്കി വിട്. Zivaiska Boom Chick Boom. ചേട്ടാ, ഈ പച്ചക്കറി തരൂ. വാങ്ങിച്ചോളൂ, കുറഞ്ഞ വിലയിൽ തന്നെ തന്നേക്കാം. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും പച്ചക്കറി വാങ്ങോ. എന്റെ വോയിസ് തിരിച്ചു കിട്ടി. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു. ഒരു വിധത്തിൽ നീ രക്ഷപ്പെട്ടു. ഇപ്പൊ രുദ്ര നിന്റെ വായ അടച്ചില്ലേ? മര്യാദക്ക് രുദ്രയോട് ഇപ്പൊ സോറി പറ. സോറി രുദ്ര. Zorbole, ഞാൻ നിനക്ക് ഒന്നുകൂടി ചാൻസ് തരാം. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. നീ വീണ്ടും ജനങ്ങളുടെ വോയിസ് അപഹരിക്കാൻ ശ്രമിച്ചാൽ പിന്നെ രക്ഷപ്പെടാൻ രുദ്ര വീണ്ടും ഒരു ചാൻസ് തരില്ല. വീണ്ടും ആ തെറ്റ് ഞാൻ ആവർത്തിക്കും.